Hello everyone, welcome to PEPP Learning. I'm Safa and today's live session is on Category 3 English. And this video and this live session is going to discuss very important questions. That means the last examination of K-TET, May 2023. May 2023 നടന്ന question paper analyze ചെയ്തുകൊണ്ട് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന എക്സാമിൽ എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലൂടെ എത്രത്തോളം നല്ല ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടാസ്ക്. ഓക്കെ, അതിനുവേണ്ടി ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷനിൽ വെക്കുന്നത്. അറിയാലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുന്നു ആൻഡ് റീഡ് ദ ഓപ്ഷൻസ് ഓൾസോ. ആൻഡ് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞ ശേഷം ആൻഡ് ഓപ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഓക്കെ, ഇതൊക്കെയാണ് പലപ്പോഴും നിങ്ങളുടെ നെക്സ്റ്റ് എക്സാമിലേക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാറുള്ളത്. And main English, okay, category 3 English contains totally 150 questions. Okay, as you all know, this contains 150 questions, and 150 means and 40 questions from psychology and 30 questions from common English and rest of the 80 questions from main English. Okay, 80 mark ആണ് main English നിന്നും ചോദിക്കുന്നത്. But among this 80 marks, 30 marks from English pedagogy and rest of the 50 marks from English literature. English literature മാത്രമല്ല വരുന്നത്. English literature mainly the literature from British. Okay, British literature and British literature from starting from Old English period to and modern and postmodern period, and it includes criticism, and that means feminist criticism, archetypal criticism, then it includes grammar part, and it includes ELT, English language teaching, and some language, okay, that means linguistics and some American literature and Indian literature, Indian English literature also included in this 50 questions. ഇതെല്ലാം വരുന്നതാണ്, ഇത്രയും ഏരിയ കവർ ചെയ്യുന്നതാണ് 50 മാർക്ക് എന്നത്. പിന്നെ ഇംഗ്ലീഷ് മെയിനിൻ്റെ ഒരു പ്രത്യേകത 50 മാർക്ക് എന്നത് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ഇതൊരു വൈഡ് ഏരിയ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പലപ്പോഴും ചോദിക്കുന്നത്, അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എടുക്കുകയാണെങ്കിലും ആൻഡ് ചോസേഴ്സ് പീരീഡ് എടുക്കുന്ന സമയത്താണെങ്കിലും ജെഫ്രി ചോസറുടെ കാന്റർബറി ടെയിൽസിൽ അതൊരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കം തന്നെയാണ്. അങ്ങനെ ഈ ലിറ്ററേച്ചറിൽ തന്നെ ഓരോ പീരീഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള റൈറ്ററും ഓതേഴ്സും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ഒരേ ഒരു വഴി. അല്ലാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് നമുക്ക് ഒറ്റ ഒരു കൈന്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. So you have to study scientifically. Scientific study is very important, especially for this qualifying KTET examination. Okay, പലപ്പോഴും പഠനം നമ്മൾ സയന്റിഫിക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. ഒരു 10 hours ഞാൻ പഠിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നതിലേറെ 3 hours ഹെൽത്തി ആയിട്ട് പഠിച്ചു അല്ലെങ്കിൽ വളരെ സയന്റിഫിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് 3 hours എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ 3 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ 3 മണിക്കൂറാണ് 10 മണിക്കൂറിനേക്കാളും എത്രയോ ബെറ്റർ. നമുക്ക് ആ രീതിയിൽ നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ഓക്കെ, ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എനിക്ക് പറയാനുള്ളത്. ഇനി ചെയ്യാൻ പോകുന്നത് 2023 മെയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. ഐ ആം ഡാം ഷുവർ ആൻഡ് യു വിൽ ഗെറ്റ് സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം മൈ ക്ലാസ്, ഓക്കെ, ആൻഡ് ഫ്രം മൈ എക്സ്പ്ലനേഷൻസ്. ഐ ഹോപ്പ് ആൻഡ് ഐ പ്രേ. Okay, let's start our class. May 2023 previous year questions, category 3 part 2 English. Part 2 അല്ല, part 3 English. Okay, part 1 is psychology, part 2 common English, and part 3 English. And this is the first question we are going to discuss. Church going is a poem by. Church going is a poem by John Donne, Matthew Arnold, Philip Larkin, Maureen Duffy. So this is a question about one poem. Okay, that is a church going is a poem written by, and who is the author?
And in the K-TET examination, most of the questions is like this. That means who is the author of this work and this is written by whom. Okay, in that way you can expect the questions. പലപ്പോഴായിട്ട് വർക്ക് അതിൻ്റെ ഓർഡർ എന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. പലപ്പോഴായിട്ട് നമുക്ക് UGC നെറ്റ് എഴുതുന്നവരുണ്ടാവും, സെറ്റ് എഴുതുന്നവരുണ്ടാവും, K-TET എഴുതുന്നവരുണ്ടാവും. പഠിക്കുന്നതൊക്കെ സെയിം സംഭവങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആൻഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കേട്ടിട്ട് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ ഓഥർ ഓഫ് ദിസ് വർക്ക്. നൗ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ചർച്ച് ഗോയിങ്. ചർച്ച് ഗോയിങ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. പല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചർച്ച് ഗോയിങ് എന്നത് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ആൻസർ ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്യാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ലൈവ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോവാം. ആൻഡ് ഹു ഈസ് ദ ഓഥർ? ഹു ഈസ് ദ ഓഥർ ഓഫ് ദിസ് പോം ചർച്ച് ഗോയിങ്? Okay, can you get the answer of this question? These are the four options. Who is the author of this poem? And this is the answer. This is the answer of this question. Church Going is a poem written by Philip Larkin. Okay, who wrote this? Philip Larkin. And your options here: John Donne is there, Matthew Arnold is there, Philip Larkin and Maureen Duffy. But the answer is Philip Larkin. Philip Larkin പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും അദ്ദേഹത്തിന്റെ കവിതയായ ചർച്ച് ഗോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ചർച്ച് ഗോയിങ്? ആൻഡ് ഫിലിപ്പ് ലാർക്കിൻ belonged to which period? Philip Larkin belonged to post-modern period, modern and post-modern and modern period. After modern and post-modern period, that means after Second World War. After Second World War, the period was called post-modern period, and Philip Larkin belonged to post-modern age. And his famous poem, that is Church Going. And what is the church going? After the Second World War, what happened in the world and human being lost their belief in religion. മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ നടന്ന ക്രൂരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും എന്താണ് മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് ഒരു absurdity and uncertainty created. And what is the purpose of our life? And what is the importance of God? And why we believe in God? All these are the questions arise in the mind of the human being. മനുഷ്യന്റെ മനസ്സിൽ അത്തരം ചിന്തകളൊക്കെ വരികയാണ്. And church going is actually, it's the title of the poem, and it's an ambiguous title. That means two meanings are there. രണ്ട് മീനിങ് ഉണ്ട്. ചർച്ച് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കാൻ അല്ലേ എന്ന രീതിയിലും. And other meaning is that church going, that means disappearance of church. ഡിസപ്പിയറൻസ് ഓഫ് ചർച്ച് എന്നും കൂടി ഇവിടെ ഒരു മീനിങ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ രണ്ട് ഒരു മീനിങ് ആംബിഗ്യൂറ്റി ആണ്, ആംബിഗ്വസ് ടൈറ്റിൽ ആണ്. ടു മീനിങ്സ് ആർ ദേർ. And one is we are going to church for prayer, and other one is what happens at disappearance of the church, because human beings lost their belief in religion after the Second World War. രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും കഴിഞ്ഞതോടുകൂടി മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസം, ദൈവത്തിനോടുള്ള വിശ്വാസം ഇല്ലാതാകുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഫിലിപ്പ് ലാർക്കിൻ എഴുതിയ കവിതയാണ് ചർച്ച് ഗോയിങ്. K-TET എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. അതിന് മുൻപ് നമുക്ക് ഇവരെ നോക്കാം അല്ലേ. ഈ രണ്ട് പേര് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ കൂടി ഞാൻ പറയുന്നുണ്ട് കാരണം ജോൺ ഡൺ ആൻഡ് മാത്യു ഏർണൾഡ്. ആൻഡ് ജോൺ ഡൺ മാത്യു, നമുക്ക് ഫസ്റ്റ് മാത്യു ഏർണൾഡിനെ കുറിച്ച് പറയാം. ആൻഡ് മാത്യു ഏർണൾഡ് belonged to Victorian age. വിക്ടോറിയ രാജകുമാരി അല്ലേ, Queen Victoria. So England ruled by Queen Victoria. During this time, some important poets like Matthew Arnold, Robert Browning, Alfred Tennyson. Now Matthew Arnold belonged to Victorian age, and Philip Larkin belonged to postmodern age. And John Donne. John Donne പ്രത്യേകത എന്താ? John Donne, a 17th century poet. Okay, metaphysical poet. John Donne is a metaphysical poet. Metaphysical poet is a group of poets of 17th century. Okay? Metaphysical poets means group of poets of 17th century. 17ാം നൂറ്റാണ്ടിലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിനാണ് നമ്മൾ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് പറയുന്നത്.
metaphysical, that means beyond physical. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they blended emotions and thought in their work and in their poetry, and they blended emotion and thought. ചിന്തയെയും നമ്മുടെ വികാരത്തെയും ഇന്റലിജൻസിനെയും നമ്മുടെ ഇമോഷൻസിനെയും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ പലതരത്തിലുള്ള മെറ്റഫോഴ്സും അതുപോലെ തന്നെ കൺസീറ്റ്സും ഒക്കെ. Okay, and John Donne, a valediction forbidding morning is the best poem and by this man John Donne, and he compared, അദ്ദേഹത്തിന്റെ comparisons ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള comparisons ആയിരുന്നു. അവർ യൂസ് ചെയ്യുന്ന മെറ്റഫോഴ്സ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. And another important metaphysical poet is Andrew Marvell. കേട്ടിട്ടുണ്ടോ ആൻഡ്രൂ മാർവെലിനെ? ആൻഡ്രൂ മാർവെലിനെ കേൾക്കണം, കാരണം എന്താ, അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്ററാണ്, മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ് ആൻഡ്രൂ മാർവെൽ. ആൻഡ്രൂ മാർവെൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രൂ മാർവെലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ഒരു പോം ഉണ്ട്, that is and to his coy mistress. Okay, to his coy mistress, to his coy mistress. To his coy mistress is the poem written by Andrew Marvell. എന്തിനാണ് to his coy mistress ഇവിടെ പറയുന്നത്? അതിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു തീം ഉണ്ട്, അല്ലെങ്കിൽ കാർപീഡിയം, അല്ലേ? കാർപീഡിയം is the theme. Okay, കാർപീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? seize the day. ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് seize the day. seize the day എന്ന് പറഞ്ഞാൽ enjoy the present moment, അല്ലേ? and catch the present moment and seize the day and enjoy the moment. And based on this theme, and this is the poem to his coy mistress written by Andrew Marvell. So to his coy mistress എന്തുകൂടിയാണ്? മെറ്റാഫിസിക്കൽ പോയട്രി ആണ്. ആൻഡ്രൂ മാർവെൽ ആണ് അതിന്റെ ഓഥർ വരുന്നത്. കാർപീഡിയം തീം വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു പോമാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് all these are the expected questions in your next examination. So John Donne is a metaphysical poet. Metaphysical poets 17th century group of writers are like John Donne, Abraham Cowley, and this man Andrew Marvell. ഈ മെറ്റാഫിസിക്കൽ പോയറ്റ് എന്നാൽ മെറ്റാഫിസിക്കൽ എന്ന ടേം കോയിൻ ചെയ്തത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. ഓക്കെ, ഡോക്ടർ സാമുവൽ ജോൺസൺ, ഡോക്ടർ സാമുവൽ ജോൺസൺ. Dr. Samuel Johnson coined the term metaphysical. Metaphysical എന്ന term coin ചെയ്തത് ഡോക്ടർ ജോൺസൺ ആണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് ആയിട്ട് ലൈഫ്സ് ഓഫ് പോയറ്റ്സ്, ലൈഫ്സ് ഓഫ് പോയറ്റ്സ്, ലൈഫ്സ് ഓഫ് പോയറ്റ്സ് എന്ന വർക്കിലാണ് അദ്ദേഹം മെറ്റാഫിസിക്കൽ എന്ന term coin ചെയ്തത്. ഓക്കെ, അത് ആരാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? 17th century group of poets like John Donne, Abraham Cowley, and Henry Vaughan and Andrew Marvell. Okay, these are the explanations of John Donne and metaphysical poet. അതിനിടെ ഞാൻ ആൻഡ്രൂ മാർവെലിനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ to his coy mistress എന്നുള്ള ഒരു പോം പറഞ്ഞു. അതിന്റെ തീം കാർപീഡിയം ആണ്, seize the day. All this I explained. And Matthew Arnold is a Victorian age poet, and Philip Larkin is a postmodern writer. അതുപോലെ തന്നെ ഫിലിപ്പ് ലാർക്കിന്റെ ചേർച്ച് ഗോയിങ്ങിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. And church going was published in the less deceived. Church going എന്ന് പറഞ്ഞാൽ ഒരു കവിതയാണ്, അല്ലേ? This is a poem. ഒറ്റ ഒരു കവിത പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതിന്റെയായിരിക്കും ഒരു കളക്ഷനിലായിരിക്കും ഇത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, the collection title is The Less Deceived. The Less Deceived is the title of the collection of poetry written by Philip Larkin, and the one of the church going is one of the poems, അല്ലേ? അതിലെ ഒരു കവിതയാണ് church going എന്ന് പറയുന്നത്. The Less Deceived is the collection of poetry written by Philip Larkin. Okay, and another fact about church going is the final stanza of the poem. Final stanza, അവസാനത്തെ stanza, final stanza of the poem adopts a more conclusive tone about this serious house on serious earth. Serious house, this is about church, like serious house on serious earth.
serious title earth, serious title house, that's a church. And this is the final stanza. Okay, this is the final stanza illadana ee line varunathu. And just to remember this line also for your examination. And this is about church going. Church going is one of the poems that's published in The Less Deceived. Okay, Less Deceived is the collection of poetry by Philip Larkin, and church going is one of the poems written by Philip Larkin. And this serious house on serious earth is a line, a famous line in this poem, church going. The Less Deceived is the collection of poetry by Philip Larkin, just like other two collections are there. The Whitsun Wedding, The High Windows. The Less Deceived, The Whitsun Weddings, High Windows. High windows. The Less Deceived, The Whitsun Weddings, High Windows. Okay, High Windows. These are the other collection of poetry by Philip Larkin. Okay, other collection of poetry by Philip Larkin. കഴിഞ്ഞിട്ടില്ല, ഫിലിപ്പ് ലാർക്കിനെ കുറിച്ച് ഇനിയുണ്ട്. കാരണം ഫിലിപ്പ് ലാർക്കിൻ belonged to movement poets. Okay, movement poetry. Okay, Philip Larkin is one of the members of the movement poet. Okay, and what is that movement poet? And all these are the features of the postmodern poetry. Appo movement poetry ulla oru pradhanapetta vyakti koodiyana Philip Larkin. All these are the persons belonging to this movement poet. And movement poets in English literature. Let's find out ആരൊക്കെയാണ് ഈ movement poets, അല്ലെങ്കിൽ അത് എന്താണ് എന്നൊക്കെ ഇന്ന് നോക്കാം. മൂവ്മെന്റും ഞാൻ പറയാൻ കാരണം എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. The movement, term coined 1954 by J.D. Scott. J.D. Scott. The movement is a term coined in 1954 after Second World War, and by J.D. Scott. J.D. Scott ആണ് the movement എന്ന term coin ചെയ്യുന്നത്. And who is that person? He is the editor, literary editor of the Spectator. Okay, literary editor of the Spectator. J.D. Scott coined the term the movement. And what is that? എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു term coin ചെയ്തത്? Dr. Samuel Johnson coined the term metaphysical to explain a group of poets of 17th century. അവർക്ക് എല്ലാവർക്കും ഒരേ ഫീച്ചേഴ്സ് ആയിരുന്നു. അവർ യൂസ് ചെയ്ത പല മെറ്റഫോഴ്സും കൺസീൻസും സിമിലൊക്കെ സെയിം ആയിരുന്നു. അതുകൊണ്ടാണ് മെറ്റാഫിസിക്കൽ എന്നതിലേക്ക് വന്നത്. അതുപോലെ J.D. Scott coined the term movement to describe a group of writers. ആരൊക്കെയാണ് writers നോക്കാം. One is Philip Larkin. Okay, Philip Larkin. Other one is Kingsley Amis. Kingsley Amis. The other one is Donald Davy and D.J. Enright, John Wayne, Elizabeth Jennings, Tom Gunn and Robert Conquest. Okay, എല്ലാവരുടെ പേരൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. അതിൽ നന്നായിട്ട് ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയാണ് ഫിലിപ്പ് ലാർക്കിൻ. പിന്നീട് ഓർമ്മിച്ച് വെക്കേണ്ട ഒരാളാണ് പിന്നെ Tom Gunn and Robert Conquest. Okay, all these are the writers, and all these are the writers comes under the movement. The movement എന്ന ഒരു ടൈറ്റിലിന്റെ കീഴിൽ വരുന്ന റൈറ്റേഴ്സ് ആണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. Philip Larkin, Kingsley Amis, Donald Davy, D.J. Enright, John Wayne, Elizabeth Jennings, Tom Gunn and Robert Conquest. These are the writers belong to this group, the movement. So the term the movement is coined by J.D. Scott. Okay, അദ്ദേഹമാണ് ഒരു term coin ചെയ്തത്. Okay, and the year is 1954. ഇതൊക്കെ ഫിലിപ്പ് ലാർക്കിനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. Anyway, what is that movement poetry and the movement? A poetry that was clearer, simpler, more obviously structured. വളരെ clear ആയിട്ടുള്ള, വളരെ simple ആയിട്ടുള്ള and വളരെ structured ആയിട്ടുള്ള poems. This is the feature of movement poetry, and more modest in style and subject matter. Subject matter ഒക്കെ വളരെ modest ആയിരിക്കും. പിന്നെ and this is against all these writers and all these movement writers and movement poets. They stood against modernism.
മോഡേണിസത്തിന് എതിരെ നിന്നവരാണ്. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം all these writers belong to പോസ്റ്റ് മോഡേൺ പീരീഡ് അല്ലെ. പോസ്റ്റ് മോഡേൺ പീരീഡിലുമായി ബന്ധപ്പെട്ട റൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ obviously and they will stand against what this modernism. അതും കൂടി ഓർമ്മിച്ച് വെക്കുക. Movement poets, they stood against modernism. ഓക്കെ, ഒരുപാട് ഫാക്ട്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഫിലിപ്പ് ലാക്കിന്റെ ചേർച്ച് ഗോയിങ്, ആൻഡ് ദിസ് ഇസ് ദ പോം written by Philip Larkin. In which collection? The Less Deceived is the collection in which and this poem is published. And Philip Larkin belonged to movement poetry. And who coined the term movement? And what is this? What is the feature and what are the features of movement poetry? And who are the members of this movement? ഒരുപാട് ഇൻഫർമേഷൻസ് ആണ്. കൂടാതെ ജോൺ ഡെൻ, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്, ആൻഡ്രൂ മാവൽ അത് പറഞ്ഞു, ആൻഡ് മാത്യു ഓർണൽ ബിലോങ് ടു വിക്ടോറിയൻ ഏജ്. All these the explanation. എന്തായാലും നിങ്ങൾക്ക് ഇതിന്ന് ഒരു ക്വസ്റ്റ്യന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് യു ക്യാൻ എക്സ്പെക്ട് വൺ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പോസ്റ്റ് മോഡേൺ പീരീഡ്. ഇനി പോസ്റ്റ് മോഡേൺ ഏജിൽ നിന്നും നമ്മൾ നേരെ എങ്ങോട്ടാണ് വരുന്നത്? സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദി എന്ന് പറയുമ്പോൾ അത് ഏത് ലിറ്ററേച്ചർ വരും? ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പോസ്റ്റ് മോഡേൺ പറഞ്ഞു, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. This question is based on Indian English literature. Indian English ന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ, 2-3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. ആ രീതിയിൽ നമ്മൾ പഠിക്കുകയും വേണം, അല്ലാതെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് അങ്ങോട്ട് പഠിക്കില്ല. എപ്പോഴും സൽമാൻ റുഷ്ദി ആൻഡ് അരുന്ധതി റോയ് ആൻഡ് രബീന്ദ്രനാഥ് ടാഗോർ, മുൽക് രാജ് ആനന്ദ്, all these are some of the writers you expect in the question paper. Indian English literature, Salman Rushdie. Okay, here the man, Salman Rushdie. Salman Rushdi's latest novel. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല കഴിഞ്ഞ മെയിൽ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ പിന്നെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഈ പ്രാവശ്യം ചോദിച്ചത് സൽമാൻ റുഷ്ദീസ് ലേറ്റസ്റ്റ് നോവൽ പബ്ലിഷ്ഡ് ഇൻ 2023. 2023 പബ്ലിഷ് ചെയ്ത, ഇത് മെയിലാണ് നടന്നത്. ആ മൊമെന്റില് അല്ല, ഒരു കറന്റ് അഫയർ കൂടിയാണ് ഇത് വരുന്നത് അല്ലെ. 2023 പബ്ലിഷ് ചെയ്ത ലേറ്റസ്റ്റ് നോവൽ. ആൻഡ് വിച്ച് ഇസ് ദ ലേറ്റസ്റ്റ് നോവൽ ഓഫ് ദിസ്? ആൻഡ് ഹിയർ 4 ഓപ്ഷൻസ് ആർ ദേർ. ആൻഡ് കിറ്റ്ഷോട്ട്, ജോസഫ് ആന്റൺ, വിക്ടറി സിറ്റി, ആൻഡ് ലൂക്ക ആൻഡ് ദ ഫയർ ഓഫ് ലൈഫ്. ആൻഡ് വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? പൊതുവെ നമ്മൾ കേൾക്കാത്ത വർക്ക്സ് ആണ് അല്ലെ, സൽമാൻ റുഷ്ദിയുടെ കേൾക്കാത്ത വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദീസ് ആർ ദ 4 ഓപ്ഷൻസ്. ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Okay, here the answer is Victor City. Okay, which is the right answer? Victor City. Victor City. Victor City is the work by Salman Rushdie. Salman Rushdiയുടെ 2023 ലേറ്റസ്റ്റ് നോവൽ ആണ്. ഇതില് കിറ്റ്ഷോട്ട്, that's a novel, and Joseph Anton is that's also novels, a memo. Memo means personal narratives, ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയും. Luca and the Fire of Life is also novel by Salman Rushdie. All these are the work by Salman Rushdie. അത് ഓർമ്മിച്ച് വെക്കാം. ചിലപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും Luca and the Fire of Life is written by, അല്ലേ? You can expect that type of questions. Quixote, Joseph Anton, Victor City, Luca and the Fire of Life. These 4 works written by Salman Rushdie. And which is the latest one? 2023. That is Victor City. Joseph Anton. Joseph Anton is one of the options in this question. What's the full title of Joseph Anton? Joseph Anton, a memo. Memo. What's a memo? It's a personal narratives. ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയും. അതാണ് എന്ത് മെമ്മോ. ഇറ്റ് ഇസ് എ ഓട്ടോബയോഗ്രഫിക്കൽ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ജോസഫ് ആന്റൺ. ജോസഫ് ആന്റൺ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഇസ് ദ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് ഓഫ് സൽമാൻ റുഷ്ദി? ആൻഡ് ജോസഫ് ആന്റൺ, എ മെമ്മോ ഇസ് ദ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് ബൈ സൽമാൻ റുഷ്ദി. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് അതർ വൺ. പൊതുവെ ചോദിക്കുന്ന മറ്റൊരു വർക്കാണ്, സൽമാൻ റുഷ്ദിയുടെ മറ്റൊരു വർക്കാണ്
the satanic verses. The satanic verses. What's the speciality of satanic verses? It was very controversial. It was very controversial, and also fatwa issued by Ayatollah Khomeini, the supreme leader of Iran. Okay, supreme leader of Iran. Ayatollah Khomeini fatwa പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വർക്കാണ് ദ സാറ്റനിക് വേഴ്സസ് എന്ന് പറയുന്നത്. Satanic verses that led to a widespread controversy among Muslims and prompted 1989 fatwa. അപ്പോൾ സാറ്റനിക് വേഴ്സസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ട് ഇറ്റ് വാസ് കോൺട്രവേഴ്ഷ്യൽ, ആൻഡ് അദ്ദേഹത്തിന് അത് ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ള വർക്കാണ് ദ സാറ്റനിക് വേഴ്സസ്. ഓർമ്മിച്ച് വെക്കുക. ഇനി this is the feature of that means writing style. Writing style of Salman Rushdie. Writing style of Salman Rushdie. He combines in his work magic realism with historical fiction. Magic realism, historical fiction combine cheya. That's a speciality and feature of Salman Rushdie. Okay? Magic realism and historical fiction. Magic realism. What do you mean by magic realism? Magic realism എന്ന് പറഞ്ഞാൽ it's a mixing of fantasy and reality. Okay? ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി, യാഥാർത്ഥ്യവും അതുപോലെ ഫാൻറ്റസിയും കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മാജിക് റിയലിസം എന്ന് പറയുന്നത്. ഒരിക്കലും റിയൽ ലൈഫിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഹാരി പോട്ടർ ഒക്കെ കാണുന്ന സമയത്ത് അതൊക്കെ റിയാലിറ്റി ആണോ? അല്ല, അതിലൊരുപാട് ഫാൻറ്റസി വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇൻ ഹിസ് വർക്ക്, ആൻഡ് ഹി യൂസ്ഡ് ആൻഡ് ഹി കമ്പൈൻഡ് മാജിക് റിയലിസം ആൻഡ് സം ഹിസ്റ്റോറിക്കൽ fiction also. Here one example for magic realism, that is Midnight Children. അപ്പോൾ അദ്ദേഹത്തിന് മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് മാജിക് റിയലിസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് നോവലാണ്. ദിസ് ഇസ് ദ സെക്കൻഡ് നോവൽ ഓഫ് സൽമാൻ റുഷ്ദി. സെക്കൻഡ് നോവൽ ഓഫ് സൽമാൻ റുഷ്ദി, മിഡ്നൈറ്റ് ചിൽഡ്രൻ. മിഡ്നൈറ്റ് ചിൽഡ്രൻ പലപ്പോഴായിട്ട് ചോദിക്കുന്നത് മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്നാണ്. ഇയർ ഓർമ്മിച്ച് വെക്കുക, 1981. പിന്നെ അതർ വൺ ഇസ് ദാറ്റ് Booker Prize. Okay, Booker Prize. Okay, he won Booker Prize in 1989. Okay, he won Booker Prize in 1981. Okay, 1981, not 89. 1981 for this work Midnight Children. Okay, for this work Midnight Children. പിന്നെ ദിസ് ഇസ് ദി എക്സാമ്പിൾ ഓഫ് മാജിക് റിയലിസം. മാജിക് റിയലിസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് 1947 ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ. അല്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരുന്നുണ്ട്. ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അല്ലെ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പാർട്ടീഷൻ, ബ്രിട്ടീഷ് രാജ്. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് വരുന്നുണ്ട്. അതിൽ ഹിസ്റ്ററി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന മിഡ് നൈറ്റ്സിലാണ് സലീം സിനായി ജനിക്കുന്നത്. അല്ലേ, സലീം സിനായി ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. സലീം സിനായിയുടെ ജനനം. ആ സമയത്ത് ജനിച്ച കുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. സ്മെല്ലിംഗ് പവറും അങ്ങനെയൊക്കെയുള്ള സെൻസ് ചെയ്യാനൊക്കെയുള്ള പ്രത്യേക ഒരു കഴിവോട് കൂടിയിട്ടാണ് ആ കുട്ടികൾ ജനിക്കുന്നത്. അതൊന്നും റിയൽ അല്ല, മാജിക് ആയിട്ടുള്ള കുറച്ച് ഫാൻറ്റസി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സലീം സിനായിനെ ഓർമ്മിച്ച് വെക്കുക. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സലീം സിനായി is the protagonist of the novel Midnight Children. Midnight Children is the best example for this magic realism. And magic realism means the mixing of fantasy and reality. And which is the book? He received the Booker Prize in 1981 for the work of Midnight Children. And Midnight Children the background എന്ന് പറഞ്ഞാൽ 1947 partition between India and Pakistan, British Raj India, all this comes under this Midnight Children. ഇപ്പോൾ Midnight Childrenന്റെ മെയിൻ ആയിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഓർമ്മിക്കുക. പാമ്പ കമ്പാന ഇസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് വിക്ടറി സിറ്റി. അല്ലെ, പുതിയ വർക്കാണ് അദ്ദേഹത്തിന്റെ 2023 വിക്ടറി സിറ്റി പ്രൊട്ടാഗണിസ്റ്റ് പാമ്പ കമ്പാന ഇസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ latest novel of Salman Rushdie, Victory City. Okay, Victory City. അപ്പോൾ this is about Salman Rushdie. Okay, Salman Rushdie കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ലേറ്റസ്റ്റ് നോവൽ 2023 വിക്ടറി സിറ്റി ആണ്. അതുപോലെ കിച്ചോഡ് ഇസ് അതർ നോവൽ. ജോസഫ് ആൻഡൺ ഇസ് എ മെമ്മോ. ആൻഡ് ലൂക്ക ആൻഡ് ദ ഫയർ ഓഫ് ലൈഫ് ഇസ് ദ അതർ വർക്ക്. സാറ്റനിക് വേഴ്സസ് ഫത്വ പുറപ്പെടുവിച്ച വർക്കാണ് The Satanic Verses. And Midnight Children is example for the magic realism. Salim Sinai is the protagonist. And 1981 Booker Prize. All this speciality of
Midnight children. Okay, all of you answer this question. Ovid wrote in dash. Ovid wrote in dash. അല്ലേ ഇതൊരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് റിലേറ്റ് ആൻഷ്യൻ ലിറ്ററേച്ചർ അല്ലേ ഗ്രീക്ക് റോമൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഓവിഡ് wrote in Latin, Greek, Italian, Romanian. ഓവിഡ് എന്ന ആൻഷ്യൻറ്റ് റോമൻ റൈറ്റർ ഓക്കെ അദ്ദേഹം ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലാറ്റിൻ ആണോ, ഗ്രീക്ക് ആണോ, ഇറ്റാലിയൻ ആണോ ആൻഡ് റൊമാനിയൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓവിഡ് wrote in Latin. അദ്ദേഹം ലാറ്റിനിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇറ്റാലിയൻ ലാറ്റിൻ തമ്മിൽ മാറിപ്പോകും അല്ലേ. അപ്പം ലാറ്റിൽ നിന്നുമാണ് ഇറ്റാലിയൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റാലിയൻ ഇസ് ഡിസെൻഡഡ് ഫ്രം ലാറ്റിൻ, അത് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ലാറ്റിനിലാണ് ഓവിഡ് എഴുതിയിട്ടുള്ളത്. Then who is Ovid? Okay, let's find out who is Ovid. Ovid was a Roman poet. Okay, he is a Roman poet and he lived during the reign of King Augustus. King Augustus ന്റെ സമയത്ത് ഉണ്ടായിരുന്ന റോമൻ പോയിറ്റ് ആണ് ഓവിഡ്. ഓക്കെ, ഇനി കിങ് അഗസ്റ്റസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്ത ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയും അല്ലേ, അതിനെ ഇൻസ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ള പീരീഡ് നിയോ ക്ലാസിക്കൽ പീരീഡ് അല്ലേ. കിങ് അഗസ്റ്റസിന്റെ കാലഘട്ടത്തെ ഉള്ള റൈറ്റേഴ്സിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഇൻസ്പയർ ചെയ്ത് അതുപോലെയൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കാലഘട്ടമാണ് 18th century നിയോ ക്ലാസിക്കൽ പീരീഡ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ പീരീഡ് ഓഫ് കിങ് അഗസ്റ്റസ്. ഡ്യൂറിങ് ദാറ്റ് ടൈം ഓവിഡ് വാസ് എ റോമൻ പോയറ്റ് and he was a contemporary of Virgil and Horace. മറ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോമൻ റൈറ്റേഴ്സ് ആണ് വെർജിൽ ആൻഡ് ഹൊറേസ്. അപ്പോൾ ഹൊറേസിൻ്റെയും വെർജിലിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന റൈറ്ററാണ് ഓവിഡ്, ഓർമ്മിച്ച് വെക്കുക. ആൻഡ് ഓവിഡ് ഇസ് ദ മോസ്റ്റ് ഫേമസ് ഫോർ ദ മെറ്റമോർഫോസിസ്. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേരാണ് മെറ്റമോർഫോസിസ്. Metamorphosis is the work written by Ovid and Ovid is notable for this work. How all this we have to remember. Okay, Ovid എഴുതിയ ഭാഷയായിരുന്നു Latin and is a contemporary of Virgil and Horace and his important work is Metamorphosis. Fourth question, this is the fourth question on heroes, hero worship and the heroic in history. This is the title of the work. On heroes. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ചില വർക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുന്നത് പൊതുവെ കേട്ടറ്റിൻ്റെ ഒരു സ്വഭാവമുള്ള ക്വസ്റ്റ്യൻ ആണ്. On heroes, hero worship and the heroic in history is by dash. Option A Chesterton, option B Carlyle, option C Bose and option D Burke. Which is your answer? And this is a very rare question. Okay, on heroes, hero worship and the heroic history by Carlyle. Okay, Carlyle is belonged to Victorian age, Victorian prose writer. Okay, Victorian prose writer, Victorian prose writer ആണ് Carlyle. Excuse me. And now you can go through the questions and find out the answer. Question is, who was described as an upstart crow beautified with our feathers? Upstart crow beautified with our feathers. And who was described? ആരെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചെന്ന് ചോദിക്കുന്നത്. Who described, who was described as an upstart crow beautified with our feathers?
Okay. Option A, Chaucer. Option B, Shakespeare. Option C, Churchill. And option D, Russell. An upstart crow, beautified with our feathers. Upstart crow. What is that upstart crow? Stealing from others. Stealing from others. മറ്റുള്ളവരിൽ നിന്നും കട്ടെടുക്കുന്ന. Okay. That's the meaning of this upstart crow. And beautified with our feathers. Okay. മറ്റുള്ളവരിൽ നിന്ന് കട്ടെടുത്തിട്ട് നമ്മുടെ feathers വെച്ചിട്ട് beautify ചെയ്യുക. Who was described? ആരെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ആരായിരിക്കും? ചോസറിനെയാണോ, ഷേക്സ്പിയറെയാണോ, ചേർച്ചിലിനെയാണോ, അതോ റസൽ ആണോ? ആരെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്? The great Shakespeare. അല്ലേ? വില്യം ഷേക്സ്പിയറെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചത് ആരാന്ന് കൂടി നോക്കണം. And Shakespeare as an upstart crow beautified with our feathers. And this is commented by Robert Greene. Okay? Robert Greene ആണ് ഇങ്ങനെ ഒരു വിശേഷണം നടത്തിയത് കേട്ടോ. റോബർട്ട് ഗ്രീൻ കമന്റഡ് ഓൺ ഷേക്സ്പിയർ അല്ലെ, an upstart crow and beautified with our feathers അല്ലെ. ഷേക്സ്പിയർ ഇങ്ങനെ ഒരുപാട് പ്ലേജിയറിസം അല്ലെ, കോപ്പി അടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റോബർട്ട് ഗ്രീൻ അക്യൂസ്ഡ് അല്ലെ, കുറ്റപ്പെടുത്തിയത് ബഡിംഗ് പ്ലേ റൈറ്റ് വില്യം ഷേക്സ്പിയർ ഓഫ് പ്ലേജിയറിസം. പ്ലേജിയറിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ നിന്നും നമ്മൾ കോപ്പി അടിച്ചിട്ട് എഴുതുക. ദാറ്റ് ഈസ് പ്ലേജിയറിസം അല്ലെ. പ്ലേജിയറിസത്തിന്റെ ഉപജ്ഞാതാവ്, പ്ലേജിയറിസത്തിന്റെ മെയിൻ എക്സാമ്പിൾ ഷേക്സ്പിയർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് an upstart crow beautified with our feathers അല്ലെ. ആരാ പറഞ്ഞത്? റോബർട്ട് ഗ്രീൻ ആണ് പറഞ്ഞത്. റോബർട്ട് ഗ്രീൻ accused Shakespeare as an upstart crow and beautified with our feathers. ഇനി റോബർട്ട് ഗ്രീനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഓക്കെ, യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് റോബർട്ട് ഗ്രീൻ ബിലോങ് ടു ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഷേക്സ്പിയറുടെ മുൻപുള്ള അല്ലെ, ദാറ്റ് മീൻസ് പ്രീ ഷേക്സ്പീരിയൻ റൈറ്റേഴ്സ്, പ്രീ ഷേക്സ്പീരിയൻ റൈറ്റേഴ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഇസ് എ ഫ്രേസ് യൂസ്ഡ് ടു നെയിം എ ഗ്രൂപ്പ് ഓഫ് ലേറ്റ് 16th century English playwrights and pamphleteers who were educated at the universities of Oxford and Cambridge. ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് അല്ലെ, പ്ലേ റൈറ്റ്സിനെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആർ ഓൾസോ കോൾഡ് പ്രീ ഷേക്സ്പീരിയൻ റൈറ്റേഴ്സ്. ഷേക്സ്പിയറുടെ മുൻപുള്ള റൈറ്റേഴ്സ് ആണ്. ഇവരുടെ പല വർക്ക്സും വായിച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതിൽ ഒരുപാട് എലമെന്റ്സ് എടുത്തിട്ടാണ് ഷേക്സ്പിയറുടെ പല ഡ്രാമയും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് റോബർട്ട് ഗ്രീൻ പറഞ്ഞിട്ടുള്ളത് അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് അവർ ഫെദേഴ്സ് എന്നുള്ള കാര്യം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ് and all these writers from Cambridge University. Okay, Christopher Marlowe and Robert Greene and Thomas Nash from Cambridge University. John Lilly, Thomas Lodge, George Peele from Oxford. ആരൊക്കെയാണ്? John Lilly, Thomas Lodge and George Peele. And from Oxford University, Thomas Kidd. ഈ രണ്ട് യൂണിവേഴ്സിറ്റിയുമായിട്ടും ബന്ധമില്ല, but still he belonged to University Wit. Okay, and Thomas Kidd also included University Wits, but he did not belong to any universities like Oxford or Cambridge. അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ ഓർമ്മിക്കുക. ദീസ് ആർ ദി പ്രീ ഷേക്സ്പീരിയൻ റൈറ്റേഴ്സ് and belong to Oxford and Cambridge University, 16th century playwrights, important writers from Cambridge and Oxford universities, and Thomas Kidd also included in the University Wits. And this is the explanation of an upstart crow beautified with our feathers. Okay, and this is the comment by Robert Greene on William Shakespeare, and he accused Shakespeare's plagiarism. Now, sixth question. Okay, sixth question. The pity of war is a phrase attributed to the pity of war. Answers varate. The pity of war is a phrase attributed to W.H. Auden, Wilfred Owen, Siegfried Sassoon,
Thomas Mann. Okay, Thomas Mann. Okay, just comment and just write and just type the answer in the chat box. Who is the അല്ലെങ്കിൽ the phrase pity of war അല്ലെ pity of war എന്ന phrase ആരെയാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്? W.H. ഓർഡിനെയാണോ, വിൽഫ്രഡ് അവനെയാണോ, സിഗ്ഫ്രിഡ് സസൂൺ ആൻഡ് തോമസ് മാൻ? pity of war എന്ന phrase ആരെയാണ് ഉദ്ദേശിക്കുന്നത്? Okay, what's the answer of this question? What is the answer of this question? Do you know that? The right answer is Wilfred Owen. Okay, Wilfred Owen. അദ്ദേഹത്തിനാണ് the pity of war is a phrase attributed to Wilfred Owen. ഇനി ഇത് പറയുന്ന സമയത്ത് and we have to talk about war poets. Okay, war poets നെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. Because this is the exam oriented topic and exam oriented point. You can always expect a question from this topic, the war poets. Okay, the First World War and its horror greatly influenced English poetry. ഓരോ കാലഘട്ടത്തിലുള്ള ഇൻസിഡൻസും ആ കാലഘട്ടത്തിലുള്ള സാഹിത്യത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ? വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ, ആൻഡ് ദീസ് ടു വേൾഡ് വാർസ് എഫക്റ്റഡ് ദ ലിറ്ററേച്ചർ, ഇൻഫ്ലുവൻസ് ദ ലിറ്ററേച്ചർ. ഇൻ ലിറ്ററേച്ചറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ ഹൊറർ ഒരുപാട് ഇംഗ്ലീഷ് പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, ടോക്കിംഗ് ഓഫ് എ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സം പോയറ്റ്സ് റോട്ട് ഓൺലി ഓൺ ദ തീം ഓഫ് വാർ. ആ സമയത്ത് എഴുത്തുകാരുടെ എല്ലാം പ്രധാനപ്പെട്ട തീം എന്തായിരുന്നു? വാർ ആയിരുന്നു. ഓക്കെ, ആ ടൈമിൽ അവർ പൊതുവെ യൂസ് ചെയ്തിരുന്ന ഒരു തീം വാർ ആയിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ഹു ആർ ദി ഇമ്പോർട്ടൻറ്റ് വാർ പോയറ്റ്സ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. റൂപ്പർട്ട് ബ്രൂക്ക്. ഓക്കെ, റൂപ്പർട്ട് ബ്രൂക്ക് ആൻഡ് വിൽഫ്രെഡ് ഓവൻ, സിഗ്ഫ്രിഡ് സസോൺ. പക്ഷെ പിറ്റി ഓഫ് വാർ എന്നുള്ള ഫ്രേസ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വിൽഫ്രെഡ് അവനെയാണ്. റൂപ്പർട്ട് ബ്രൂക്ക്, വിൽഫ്രെഡ് അവൻ, സിഗ്ഫ്രിഡ് സസോൺ, all these are war poets and their main theme is war. ചില ആളുകൾ വാറിനെ സപ്പോർട്ട് ചെയ്തിട്ടും ചില ആളുകൾ വാറിനെ റിജക്റ്റ് ചെയ്തിട്ടും ആണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹിയർ വൺ ഇമ്പോർട്ടൻറ്റ് ലൈൻ, മൈ സബ്ജക്റ്റ് ഈസ് വാർ and the pity of war. Okay, my subject is war and the pity of war, the poetry is in the pity. Okay, once again, my subject is war and the pity of war, the poetry is in the pity. അതാരാണ് പറഞ്ഞത്? വിൽഫ്രെഡ് അവനാണ്. ഇതിലുണ്ടല്ലേ പിറ്റി ഓഫ് വാർ എന്നൊക്കെ ഉള്ളൊരു ഫ്രേസ് വരുന്നുണ്ട്, പിറ്റി ഓഫ് വാർ. അത് പറഞ്ഞത് വിൽഫ്രെഡ് അവനാണ്. ദാറ്റ്സ് വൈ ദ പിറ്റി ഓഫ് വാർ ദാറ്റ് attributed to Wilfred Owen. Okay, this is the explanation of war poets. Okay, war poet that emerged after First World War. First World War influenced English poetry and excuse me. Okay, these are the explanations of the war poets and the First World War. Already നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. And ഇനി ഓപ്ഷനിലേക്ക് പോവാം അല്ലേ? ഓപ്ഷനിൽ പോകുന്ന സമയത്ത് സിഗ്ഫ്രിഡ് സസൂണും വിൽഫ്രെഡ് അവനൊക്കെ വാർ പോയിറ്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. തോമസ് മാൻ ഇസ് ദ അനദർ റൈറ്റർ. ഓക്കെ, ആൻഡ് W.H. ഓർഡനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം W.H. ഓർഡൻ related to this exam oriented man. So let's find out the explanation of W.H. Auden. And W.H. Auden belonged to Auden group.
Okay, W.H. Auden belonged to Auden group. അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. And other names are poets of 1930s and Auden group, Pylon poets, leftist, Oxford group. ഇതൊക്കെ ഒറ്റ ഒരു ടീമിനെ വിളിക്കുന്നത് കേട്ടോ. പോയിറ്റ്സ് ഓഫ് 1930s അല്ലേ, 1930-ലുള്ള പോയിറ്റ്സ്, അതുപോലെ ഓഡൻ ഗ്രൂപ്പ്, അതുപോലെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, ലെഫ്റ്റിസ്റ്റ് ആൻഡ് പൈലൻ പോയിറ്റ്സ്. All these are the same അല്ലേ. And who are this Auden poets and Auden group poets നോക്കാം. And what is that? As a group of, it has a group of British and Irish, രണ്ട് British and Irish writers active in 1930s അല്ലെ. 1930s ആക്റ്റീവ് ആയിട്ടുള്ള British and Irish writers are called this Auden group. And W.H. Auden അല്ലെ, അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് തന്നെയാണ് W.H. Auden, Louis Magnus, Cecil Day Lewis, Stephen Spender, Christopher Isherwood, and sometimes Edward Upward and Rex Warner. Okay, അവരൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ നാല് പേര് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. W.H. Auden, Louis Magnus, Cecil Day Lewis, Stephen Spender. These are the Auden group poets, and they were sometimes called simply the 30s, 30s poets also, poets of 30s and 30s poets, and all these are called this Auden group. ഇനി ഈ നാല് പേര് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു കോഡാണ് മാക്സ് സ്പോണ്ടെ. Okay, Max Ponde here indicates Mac means Louis Magnus, Mac means Louis Magnus, and Mac and SP എന്താ ഉദ്ദേശിക്കുന്നത്? Spender. Okay, Stephen Spender, and this one that indicates W.H. Auden. Okay, W.H. Auden and Cecil Day Lewis, C.D. Lewis. Okay, C.D. Lewis. Max Ponde is the code, and you can study by using this code in the Auden group and poets of 1930s and all this about Max Ponde. And Louis Magnus, Stephen Spender, W.H. Auden and Cecil Day Lewis. All these are writers comes under Auden group and Max Ponde. And Max Ponde was a name. ഇങ്ങനെ ഒരു നെയിം കൊടുത്തത്, ഇങ്ങനെ ഒരു കോഡ് കൊടുത്തത് റോയ് ക്യാമ്പൽ ആട്ടോ. റോയ് ക്യാമ്പൽ invented the term and invented this abbreviations for these four men. Okay, and Max Ponde, and they are also called, ഇതും കൂടി ഓർമ്മിച്ച് വെക്കുക, four musketeers of the Oxford group. Okay, four musketeers of the Oxford group. Oxford group ile four musketeers and pylon poets and Auden group. All these are the terms related to this people. Okay, and this is about W.H. Auden, and W.H. Auden belonged to Auden group and Oxford group and leftist and poets of 30s, pylon poets. Okay, and Roy Campbell also invented the Max Ponde. ഇനി ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നതിൻ്റെ കൂടെ W.H. Auden എഴുതിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയുണ്ട്. വാട്ട് ഈസ് ദാറ്റ് ആൻഡ് വിച്ച് ഈസ് ദാറ്റ്? ഇൻ മെമ്മറി ഓഫ് W.B. Yeats അല്ലേ. W.B. Yeats ൻ്റെ മരണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് ഇൻ മെമ്മറി ഓഫ് W.B. Yeats by W.H. Auden. And all this you can remember. Okay, this is the explanation of the question of what the pity of war. Through this pity of war, we explained what war poets, and we explained the Auden group, that means poets of 1930s and everything. Now, seventh question. And this is the seventh question. Long John Silver is an anti-hero who appears in, rare question ആണ്. Long John Silver is anti-hero, villain, okay, who appears in option A, Coral Island, option B, Treasure Island, option C, the island of the day before, and option D, the inheritors. And which is the right answer? Long John Silver is an anti-hero.
Treasure Island. Okay, Treasure Island. Treasure Island is the right answer. Treasure Island is the right answer. ഈ ട്രഷർ ഐലൻഡ് എന്ന വർക്കിലെ വില്ലനാണ് ലോങ് ജോൺ സിൽവർ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ട്രഷർ ഐലൻഡ്? ട്രഷർ ഐലൻഡ് ഇസ് എ അഡ്വെഞ്ചർ നോവൽ, സാഹസികമായിട്ടുള്ള ഒരു നോവലാണ് ബൈ സ്കോട്ടിഷ് റൈറ്റർ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഓക്കെ, Robert Louis Stevenson. Louis Stevenson's very famous work is Treasure Island, and this Treasure Island is a adventurous novel, and it is considered as a coming of age story. Coming of age story. Coming of age story ആണ് Treasure Island. Then what is that coming of age story? അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, കാരണം അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്, ചോദിച്ചിട്ടുള്ളത് കൂടിയാണ്. Treasure Island by Louis Stevenson, and here this is an example of a coming of age story. Coming of age story, coming of age novel. കണ്ടോ? Coming of age novel is also called Bildungsroman. Like two types of novels. One is Bildungsroman and Kunstelroman. And Bildungsroman is also called coming of age novel. Coming of age novel indicates what? This is the psychological, moral growth of protagonist. Okay, ഓർമ്മിച്ചിരിക്കുക, psychological and moral growth of the protagonist from ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്, അല്ലെ, കുട്ടിക്കാലം തൊട്ട് അഡൽട്ട്ഹുഡ് വരെ ആ കഥയിലെ മെയിൻ ആയിട്ടുള്ള പ്രൊട്ടാഗണിസ്റ്റ്, ദാറ്റ് മീൻസ് ദ മെയിൻ കഥാപാത്രത്തിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള ഗ്രോത്ത്, അതായിരിക്കും ആ ഒരു നോവലിന്റെ തീമായിട്ട് വരാം. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് നോവൽ ഈസ് കോൾഡ് ബിൽഡൻസ്ട്രോമൻ ആൻഡ് കമ്മിങ് ഓഫ് ഏജ് നോവൽ. കമ്മിങ് ഓഫ് ഏജ് നോവൽ ആൻഡ് ബിൽഡൻസ്ട്രോമൻ എന്ന് വിളിക്കുന്ന അതിനെയാണ്. ആൻഡ് ലൂയിസ് സ്റ്റീവൻസൺ, അല്ലെ, സ്റ്റീവൻസന്റെ Treasure Island is an example of this Bildungsroman. And let's find out which are the other Bildungsroman. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, താഴെ പറയുന്നതിൽ Bildungsroman അല്ലാത്തത് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടോം ജോൺസ് ബൈ ഹെൻറി ഫീൽഡിംഗ്. ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ്. ഓക്കെ, ടോം ജോൺസ് ബൈ ഹെൻറി ഫീൽഡിംഗ്. ആൻഡ് the life and opinions of Tristram Shandy by ലോറൻസ് സ്റ്റേൺ. ലോറൻസ് സ്റ്റേണിന്റെ ട്രിസ്ട്രം ഷാൻഡി, ഈ ടൈറ്റിൽ ഓർമ്മിച്ച് വെക്കുക. ദിസ് ഇസ് ദ ഫുൾ ടൈറ്റിൽ. ട്രിസ്ട്രം ഷാൻഡി എന്ന് പഠിച്ചാൽ മതി. ട്രിസ്ട്രം ഷാൻഡി ബൈ ലോറൻസ് സ്റ്റേൺ. ആൻഡ് ജെയിൻ അയർ ബൈ ഷാർലറ്റ് ബ്രോണ്ട്. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെ, 3 സിസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ആൻ ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, ഷാർലറ്റ് ബ്രോണ്ട്. ആൻഡ് ജെയിൻ അയർ ബൈ ഷാർലറ്റ് ബ്രോണ്ട്. ആൻഡ് വുദറിംഗ് ഹൈറ്റ്സ് ആരാ എഴുതിയത്? എമിലി ബ്രോണ്ട്. ഓക്കെ, എമിലി ബ്രോണ്ട്. Kim is a novel by Rudyard Kipling. Rudyard Kipling's മറ്റൊരു work ആണ് The Jungle Book. Okay, Kim by Rudyard Kipling. Other one, Sons and Lovers by D.H. Lawrence. And A Portrait of the Artist as a Young Man by James Joyce. ഈ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് യങ് മാൻ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ ഓർഡർ കംപ്ലീറ്റ് മാറ്റിയിട്ട് ദ പോർട്രേറ്റ് ഓഫ് എ ആർട്ടിസ്റ്റ് ആസ് യങ് മാൻ, പിന്നെ എ പോർട്രേറ്റ് ഓഫ് എ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, അങ്ങനെ. അപ്പോൾ ആ ടൈറ്റിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടാണ് എന്നൊക്കെ ഓർമ്മിച്ച് വെക്കാം. എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ബൈ ജെയിംസ് ജോയ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ബിൽഡൻസ്ട്രോമൻ, അല്ലേ. ഇത്രയും വർക്ക്സ് ആണ് ബിൽഡൻസ്ട്രോമന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. കമ്മിങ് ഓഫ് ഏജ് നോവൽ, അതിലെ മെയിൻ കഥാപാത്രങ്ങൾ ഇപ്പോൾ വുദറിംഗ് ഹൈറ്റ്സ് ആയാലും ടോം ജോൺസ് ആയാലും പ്രൊട്ടാഗണിസ്റ്റിന്റെ ഗ്രോത്ത് ആണ്. സൈക്കോളജിക്കൽ ആൻഡ് മോറൽ ഗ്രോത്ത് ഓഫ് ദിസ് പ്രൊട്ടാഗണിസ്റ്റ് ഈസ് മെൻഷൻഡ് ഇൻ ഓൾ ദീസ് വർക്ക്സ്. ബിൽഡൻസ്ട്രോമൻ പറയുന്ന സമയത്ത് നമ്മൾ കുൻസ്റ്റൽറോമനും പറഞ്ഞിരിക്കണം. കുൻസ്റ്റൽറോമൻ എന്ന് പറഞ്ഞാൽ മറ്റേത് കമ്മിങ് ഓഫ് ഏജ് നോവൽ ആണെങ്കിൽ ദിസ് ഈസ് ആർട്ടിസ്റ്റ് നോവൽ. Okay, coming of age novel is called Bildungsroman, but Kunstelroman is artist novel. Okay, the meaning is artist novel. ഇവിടെ എന്താണ്? ആർട്ടിസ്റ്റ് ഗ്രോ ടു മെച്ചൂരിറ്റി, അല്ലേ. മറ്റേത് പ്രൊട്ടാഗണിസ്റ്റിന്റെ ആണ്, പക്ഷെ ഇവിടെ എന്താണ്? ദിസ് ഇസ് ദ നെറേറ്റീവ് ആൻഡ് ദിസ് നോവൽ ഈസ് അബൌട്ട് ആർട്ടിസ്റ്റ് ഗ്രോ ടു മെച്ചൂരിറ്റി. ആൻഡ് ദ സബ് കാറ്റഗറി ഓഫ് ദ ബിൽഡൻസ്ട്രോമന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്നതാണ് കുൻസ്റ്റൽറോമൻ. ആൻഡ് എക്സാമ്പിൾ ഫോർ ദിസ് കുൻസ്റ്റൽറോമൻ, Great Expectation by Charles Dickens. Great Expectation by Charles Dickens. A portrait, ഇത് രണ്ടിനും എക്സാമ്പിൾ ആട്ടോ.
Portrait of the Artist as Young Man by James Joyce, both Kunstelroman and Bildungsroman. And അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റിന്റെ മെച്ചൂരിറ്റിയും അതുപോലെ പ്രൊട്ടാഗണിസ്റ്റിന്റെ വളർച്ചയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. And Wordsworth in the autobiographical work, William Wordsworth autobiographical work, The Prelude, okay, The Prelude by William Wordsworth. All these are the examples of a Kunstelroman. So two types of novels, one is Bildungsroman, other one is Kunstelroman. Bildungsroman means coming of age novel, and Kunstelroman means what? Artist growth into maturity, okay, an artist novel എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതേത് പറഞ്ഞ സമയത്താണ് നമ്മൾ പറഞ്ഞത്? ട്രഷർ ഐലൻഡ്, okay, ട്രഷർ ഐലൻഡ് ആൻഡ് ഹീറോ ലോങ് ജോൺ സിൽവർ, okay, and treasure island is a coming of age story. This is by Robert Louis Stevenson, and this is about Bildungsroman, Kunstelroman. Now 8th question, the father of Elizabeth I, father of Elizabeth I, Henry II, Henry V, Henry VI, Henry VIII. Queen Elizabeth. Who is Queen Elizabeth? Elizabeth Ragni, and the reign of Queen Elizabeth is called Renaissance of England. Englandile Navodana Kalagattam, William Shakespeare, Spencer Kalagatam, Elizabeth Rajakumari, and Queen Elizabeth. And who is the father of Queen Elizabeth? And Elizabeth I, Henry VIII. Okay, Henry VIII is the father of Elizabeth I. And era ഓർമ്മിച്ച് വെക്കുക കേട്ടോ. Elizabeth, the era is 1558 to 1603. Okay, 1558 to 1603 is the period of Queen Elizabeth, and which is called the Elizabethan era. And he is the daughter and child of Henry VIII, father Henry VIII, and Boleyn. And Boleyn is the mother, and Boleyn is the second wife of Henry VIII. Okay, second wife of Henry VIII, and these are the parents of Queen Elizabeth. Child of Henry VIII and Anne Boleyn, and the period of Elizabethan era is also important. Now, the Murdstones in David Copperfield are Murdstones. Murdstones എന്ന് പറയുന്നത് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന നോവല് Murdstones എന്ന് പറയുന്നത് എന്താണ് അല്ല ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. Option A, brother and sister. Option B, husband and wife. Option C, father and son. Option D, father and daughter. Okay, you can find out the answer of this question, and also you have to find out who is the author of David Copperfield. The Murdstone in David Copperfield. Who is the author of David Copperfield? David Copperfield is a novel written by Charles Dickens. And now the answer is husband and wife. Murdstones എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫുമാണ്. ഇവിടെ എഡ്വേർഡ് മേർഡ്സ്റ്റോൺ is Clara Copperfield's second husband. Okay, Clara Copperfield. David Copperfield is a novel by Charles Dickens. അത് ഓർമ്മിച്ച് വെക്കുക. David Copperfield is a autobiographical novel. Autobiographical novel by Charles Dickens, David Copperfield. And here David Copperfield, the mother is Clara Copperfield. Clara Copperfield in a second husband ആണ് Edward Murdstones, and this man is an anti-hero and villain, and now Murdstones are husband and wife. Okay, and David Copperfield is an example of a novel in the Bildungsroman. ഓർമ്മിച്ച് വെക്കുക, ബിൽഡൻസ്ട്രോമിനുള്ള ഒരു നോവലാണ് David Copperfield by Charles Dickens, and this is the autobiographical novel, and this is narrated by, ഈ കഥ പറയുന്നത് എപ്പോണിമസ് ഡേവിഡ് കോപ്പർഫീൽഡ്. എന്താണ് എപ്പോണിമസ് എന്ന് പറഞ്ഞാൽ? എപ്പോണിമസ് ഡേവിഡ് കോപ്പർഫീൽഡ് ഡീറ്റെയിൽഡ് ഹിസ് അഡ്വഞ്ചറസ് ഹിസ് ജേർണി ഫ്രം ഇൻഫൻസി ടു മെച്യൂരിറ്റി. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട് മെച്യൂരിറ്റി എത്തുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ
ജേർണിയാണ്, ഒരു അഡ്വഞ്ചറസ് ജേർണിയാണ്. അത് അദ്ദേഹം തന്നെ അങ്ങോട്ട് നെറേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതാണ് എപ്പോണിമസ് ഹീറോ. അപ്പോൾ ഇപ്പോണിമസ് എന്താ നോക്കാം. ഇപ്പോണിമസ് ഹീറോ മീൻസ് ദ ക്യാരക്ടർ ഇൻ എ പ്ലേ ഓർ ബുക്ക് ആൻഡ് ഹൂസ് നെയിം ഈസ് ദ ടൈറ്റിൽ ഓഫ് ദാറ്റ് പ്ലേ ഓർ ബുക്ക്. എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ, മെയിൻ ക്യാരക്ടറുടെ നെയിം ആയിരിക്കും ആ ഒരു വർക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ്, David Copperfield, in this novel, David Copperfield is the protagonist of the novel, and Tom Jones by Henry Fielding. Tom Jones എന്ന നോവലിലെ പ്രൊട്ടാഗണിസ്റ്റ് ടോം ജോൺസ് ആണ്. അങ്ങനെ ആ ഒരു ക്യാരക്ടറുടെ, ആ പ്രൊട്ടാഗണിസ്റ്റിന്റെ മെയിൻ ക്യാരക്ടറുടെ നെയിം തന്നെയാണ് നോവലിന്റെ ടൈറ്റിൽ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എപ്പോണിമസ്, ആ ഹീറോയെ നമ്മൾ എന്ത് പറയുന്നത്, എപ്പോണിമസ് ഹീറോ എന്ന് പറയുന്നത്. ഡേവിഡ് കോപ്പർഫീൽഡ് is a eponymous hero and he narrating his own story and his own adventurous journey from infancy to maturity, and this is the autobiographical novel by Charles Dickens. Okay, all these are the explanation of this question. And the 10th question, Gangaji is a character in dash. Gangaji Indian English literature ആണ്. Indian English literature, Gangaji is a character in dash. Midnight Children, The Great Indian Novel, Coolie, Untouchable. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഗംഗാജി is a character. ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. Gangaji is a character in dash. The answer is The Great Indian Novel. The Great Indian Novel. In this novel, Gangaji, Bhishma Gangaji is a character in this novel. Which novel? The Great Indian Novel. And who is the author of the Great Indian Novel? Shashi Tharoor. Okay, Shashi Tharoor wrote the Great Indian Novel. Midnight Children ആയിരുന്നു author Salman Rushdie. And Coolie is a novel by Mulk Raj Anand. And Untouchable is also a novel by Mulk Raj Anand. Coolie എന്ന നോവലിലെ മെയിൻ ക്യാരക്ടർ ആണ് മുനോ. ഓക്കെ, മുനോ എന്ന് പറഞ്ഞാൽ എ ബോയ് ഫ്രം ഹിൽസ് ഓഫ് കാംഗ്ര ഹില്ലിൽ നിന്നും വന്നിട്ടുള്ള മുനോ is the protagonist of the novel Coolie. And Untouchable is by Mulk Raj Anand. And തവണ ചോദിച്ചതാണ് ബക്ക. Okay, Bakka is the protagonist of Untouchable, ഓർമ്മിച്ച് വെക്കുക. And Midnight Children, Salman Rushdie, Salim Sinha is the protagonist. And all this about this. What Great Indian Novel? The Great Indian Novel is by Shashi Tharoor. Shashi Tharoor എഴുതിയ നോവലാണ് The Great Indian Novel. അതൊരു പാരഡി എന്ന് പറയാം അല്ലേ. This is the work that takes the story of മഹാഭാരതയിലെ ഒരു സ്റ്റോറി എടുത്തിട്ടാണ് അദ്ദേഹം ഒരു പാരഡി പോലെ എഴുതിയിട്ടുള്ളതാണ് The Great Indian Novel. അതിൽ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ പ്രൊട്ടാഗണിസ്റ്റ് ആണ് ഭീഷ്മ ഗംഗാജി. ഈ ഭീഷ്മ ഗംഗാജി എന്ന് പറഞ്ഞാൽ ഭീഷ്മരുടെയും ഗാന്ധിജിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. ഭീഷ്മ ഗംഗാജി is the protagonist of The Great Indian Novel. This is about Indian English literature. Okay, ശശി തരൂറിനെ പറഞ്ഞു, മുൽക്ക് രാജ് ആനന്ദ്, അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ബാക്ക ചോദിച്ചതാണ്, കൂലിയിലെ പിന്നെ പ്രൊട്ടാഗണിസ്റ്റും, അതുപോലെ മിഡ്നൈറ്റ് ചിൽഡ്രൻ, സലീം സിനായ്, all these important one. And this one, The Female Eunuch is a work by. The Female Eunuch is a work by. Female Eunuch is a feminist work. This by Simon de Beauvoir and Judith Butler and Germaine Greer and Kate Millett. Which is the right answer? Here the Germaine Greer is the author of Female Eunuch. And Simon de Beauvoir. Okay, Simon de Beauvoir എപ്പോഴും ചോദിക്കുന്ന ഒരു വർക്കാണ് The Second Sex. And Judith Butler Gender Trouble. And Kate Millett Sexual Politics. ഓർമ്മിച്ച് വെക്കുക. The Second Sex by Simon de Beauvoir and Judith Butler Gender Trouble, Feminism and the Subversion of Identity. അത് ഫുൾ ടൈറ്റിൽ ആണ്. Gender Trouble എന്ന് ഓർമ്മിച്ച് വെക്കുക. And Kate Millett Sexual Politics. And these are the feminist works. And Female Eunuch also we talked about that. And these are the 11 questions of 2023 previous year question. That means 2023 May ഉള്ള ഒരു 11 questions ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കഷൻ ചെയ്തത്. ഇനി നാളെ നമ്മൾ ഇതുപോലെ ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ബാക്കോട്ട് പോയി നോക്കാം. ഇതിൽ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ഓർമ്മിച്ച് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ, ഓക്കെ, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം.
ഫെമിനിസ്റ്റ് ക്രിറ്റിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ദ ഫീമെയിൽ യൂണിക് ബൈ ജെർമെയിൻ ഗ്രീൻ. ആൻഡ് അതർ വൺ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നും പ്രൊട്ടാഗണിസ്റ്റ് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഗംഗാജി, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. And other one is the Merchant David Copperfield, Victorian period and Victorian literature. Victorian age നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ചാൾസ് ഡിക്കൻസിന്റെ ഡേവിഡ് കോപ്പർഫീൽഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് എലിസബത്ത് അല്ലെ, ക്വീൻ എലിസബത്ത്, എലിസബത്തൻ ഏജ്. എലിസബത്തൻ ഏജ്, വേറൊരു പേര് കൂടി ഉണ്ട്, റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് പീരീഡിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് എലിസബത്ത് എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആന്റി ഹീറോ അല്ലെ, ട്രഷർ ഐലൻഡ് അല്ലെ, ട്രഷർ ഐലൻഡ് നോവൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ജോൺ ലോങ് സിൽവർ എന്ന് പറഞ്ഞത്. പിന്നീട് പറഞ്ഞതാണ് മോഡേൺ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വാർ പോയിറ്റ്സ്, ദാറ്റ് മീൻസ് മോഡേൺ പീരീഡ് അല്ലെ, വാർ പോയിറ്റ്സ് മോഡേൺ അല്ലെ, മോഡേൺ പീരീഡിനെ ചോദിച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6th one മോഡേൺ പീരീഡ്. Then 5th നമ്മൾ കണ്ടത് വില്യം ഷേക്സ്പിയർ അല്ലേ, ദാറ്റ് മീൻസ് ക്വീൻ എലിസബത്ത്, റിനൈസൻസ് പീരീഡ്. Then 4th one is by വിക്ടോറിയൻ, അഗെയിൻ ദ വിക്ടോറിയൻ പ്രോസ് റൈറ്റർ അല്ലെ, വിക്ടോറിയൻ പ്രോസ് റൈറ്റർ കാർലൈലിന്റെ വർക്ക് ചോദിച്ചു. Then ആൻഷ്യന്റ് റോമൻ ലിറ്ററേച്ചർ, അവിടെ ശ്രദ്ധിക്കുക ആൻഷ്യന്റ് ആയിട്ടുള്ള ചില റൈറ്റേഴ്സ് ഉണ്ട്, അവരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെ, 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് കണ്ടത്. ഒന്ന് നമ്മൾ പ്രൊട്ടാഗണിസ്റ്റ് ചോദിച്ചു, മറ്റൊന്ന് സൽമാൻ റുഷ്ദിയുടെ ലേറ്റസ്റ്റ് നോവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫിലിപ്പ് ലാക്കിംഗ് അല്ലെ, ഫിലിപ്പ് ലാക്കിംഗ് ബിലോങ് ടു പോസ്റ്റ് മോഡേൺ അല്ലെ, പോസ്റ്റ് മോഡേൺ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പോസ്റ്റ് മോഡേൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് 11 ക്വസ്റ്റ്യൻ നിന്നും 2 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മോഡേൺ, പോസ്റ്റ് മോഡേൺ, വിക്ടോറിയൻ ആൻഡ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. എക്സാമിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്തായാലും ഷുവർ ആണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ടുമോറോ ഓൾസോ വി വിൽ കണ്ടിന്യൂ ദ ലൈവ് സെഷൻ ഓഫ് ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ 2000